ഹായ് ഓൾ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ നമ്മളെ കാർത്തികയാണ് കാണിക്കുന്നത്. കാർത്തിക ഓഫീസിൽ എന്തോ വർക്ക് ചെയ്യുകയാണ് കമ്പ്യൂട്ടറിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രകാശൻ നല്ല ചിരിയോടുകൂടി കയറി വരികയാണ്. പ്രകാശനെ കണ്ടപ്പോൾ കാർത്തിക ഒന്ന് ചിരിച്ചു. എന്തിനാ മോളെ വിളിപ്പിച്ചേ? വേറൊന്നിനും വേണ്ടിയല്ല. നമ്മൾ നിർത്തിവെച്ചിരിക്കുന്ന വീടിൻ്റെ ബാക്കി വർക്കുകൾ ഇനി അച്ഛനും മോനും കൂടെ വേണം ചെയ്യാൻ. ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. മോളെ, നല്ല പണിക്കാർ നല്ല മിടുക്കന്മാർ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. പല സ്വപ്നങ്ങളും മനസ്സിലുള്ളത് കൊണ്ട് താനും തൻ്റെ മോനും കൂടി മരിച്ച് പണി ചെയ്തോളൂന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ പണി ചെയ്യിപ്പിക്കും. അച്ഛനിരിക്കെ. വിക്രം എന്തിയേ? അവൻ പുറത്തെവിടെയോ പോയിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അച്ഛനെ വഞ്ചിച്ചിട്ട് വലിയ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ടല്ലോ, അച്ഛൻ്റെ കല്യാണി എന്ന് പറയുന്ന മോളും മരുമകനും കൂടി. അതുപോലെ തന്നെ മൂത്ത മോളും മരുമകനും അതും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതിന് നമുക്കൊരു തിരിച്ചടി കൊടുക്കണ്ടേ? അതെ, ആ കമ്പനി എങ്ങനെയെങ്കിലും താഴണം മോളെ. എന്നാൽ നമുക്കും ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയാലോ? 2 പെൺമക്കളെ കെട്ടിച്ചതിന് ശേഷം അച്ഛന് മോന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെനിക്കറിയാം. അവനാണെങ്കിൽ അച്ഛൻ പറയുന്നത് പോലെ തലയെടുപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയുള്ളപ്പോൾ അവനെ ഇങ്ങനെ വെറുതെ നിർത്തുന്നത് ശരിയല്ല അച്ഛാ. നമ്മൾ പുതുതായി തുടങ്ങാൻ പോകുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആക്കാൻ പോവുക ഞാൻ വിക്രത്തിനെ. മോളെ, ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ? ഞാൻ അച്ഛൻ്റെ മോളാണെങ്കിൽ അവനെനിക്ക് ആങ്ങളെപ്പോലെയല്ലേ. അതിൻ്റെ സ്നേഹം ഞാൻ അവന് കാണിക്കണ്ടേ? പുതിയ കമ്പനിയുടെ പേര് ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. KC, കാർത്തിക കൺസ്ട്രക്ഷൻ കമ്പനി. അവരുടെ കമ്പനിയുടെ പേര് RS. ഇനി KCയും RSും തമ്മിലാണ് കൊമ്പ് കിടക്കാൻ പോകുന്നത്. മോളെ, അങ്ങനെ ഒരു കമ്പനി തുടങ്ങിയാണ്ടല്ലോ ഞാനും എൻ്റെ മോനും മരിച്ചു പണിയെടുക്കും. നമ്മൾ ഈ ഇൻഡസ്ട്രി കീഴടക്കും. പ്രകാശൻ ചിരിച്ചുകൊണ്ട് വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ്, അങ്ങനെ കീഴടക്കണം, അതും എൻ്റെ അനിയത്തിക്ക് അവസാനം കൈമാറാൻ. കാർത്തിക ചിരിച്ചുകൊണ്ട് പറയാ, അയാൾ സ്വപ്നം കാണുക, മോഹങ്ങൾ നെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൾ വിളിക്കുകയാണ്, അച്ഛാ, എന്താ അച്ഛൻ ആലോചിക്കുന്നേ? അല്ല മോളെ, ഞാൻ ആ രംഗമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മോൻ MD കസേരയിൽ ഇരുന്നാലുണ്ടല്ലോ ചെങ്കോലും കിരീടവും ഇല്ല എന്നേ ഉള്ളൂ, ഒരു രാജാവ് ഇരിക്കുന്നത് പോലെയാ. രാജാവ്? അപ്പോൾ കാർത്തികയും വിട്ടുകൊടുക്കാതെ പറയാണ്, പിന്നെ അതെല്ലാം ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിട്ടാ അവൻ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചേ. അല്ല മോളെ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. മോൾ ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ കാർത്തിക പറയാണ്, ഇതുവരെ ബന്ധമൊന്നുമില്ല, ഇനി ബന്ധം ഉണ്ടാവാൻ പോവുക. മനസ്സിലായില്ല? എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഒരാൾ മറ്റൊരിടത്തിരുന്ന് പലതും നെയ്തു കൂട്ടുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞേ. ദേ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. അച്ഛനും വിക്രവും പറയുന്നത് എന്തും ഞാൻ ചെയ്യും. പക്ഷേ എൻ്റെ അമ്മയെ വേദനിപ്പിക്കരുത്. മോളെ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല മോളെ. വേദനകളൊക്കെ എനിക്കാ കിട്ടിയത് ഇങ്ങോട്ട്. ഒരു കാരണവശാലും ഞാൻ മോളെയോ മോളുടെ അമ്മയോ വേദനിപ്പിക്കില്ല. അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. ഈ സാഹചര്യത്തിൽ മോളെന്നെ ഇങ്ങനെ സഹായിക്കുമ്പോൾ ഞാൻ തിരിച്ച് നെറികടി കാണിക്കുമോ? മോളെ, ജീവിക്കണോ മരിക്കണോ എന്ന് വിചാരിച്ച് നട്ടം തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഒരു മാലാഖയെപ്പോലെ മോളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മോളോടുള്ള സ്നേഹവും കടപ്പാടും എനിക്ക് എന്ത് ചെയ്താലും തീരത്തില്ല മോളെ. അത് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നോക്കി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ എല്ലാം കെട്ടിപ്പൊക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഒരു പഴയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നോക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ MD ഒക്കെ ജർമ്മനിയിലോ മറ്റെവിടെയോ ആണ്. അവർക്കത് നോക്കി നടത്താനുള്ള സമയമൊന്നുമില്ല. എന്ന് മാത്രമല്ല, കമ്പനി ഇപ്പോൾ നഷ്ടത്തിലുമാണ്. അതുകൊണ്ട് അവർ വില കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കമ്പനി ലേലം ചെയ്യാനിട്ടിരിക്കുക. നമ്മളത് പിടിച്ചടക്കിയിരിക്കും. ശരിയാ മോളെ, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും മോനും അതിൽ തന്നെ ശ്രദ്ധിക്കണം. എൻ്റെ മോളെ, ശമ്പളം പോലും ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ മരിച്ചു പണിയെടുക്കും ഞങ്ങൾ. അല്ലെങ്കിലും ഞാൻ ശമ്പളം തരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ചിലവുകൾ വിക്രത്തിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ഞാൻ നോക്കിക്കോളാം.
പിന്നെ എന്നോടൊപ്പമാണല്ലോ താമസം. പിന്നെ 1 വർഷത്തിൽ നമ്മൾ ലാഭവിഹിതം എടുക്കും. ഇപ്പോൾ 1 കോടിയാണ് നമ്മുടെ ലാഭമെങ്കിൽ 50-50. അതായത് 50 ലക്ഷം നിങ്ങൾക്ക്, ബാക്കിയേ ഞാനെടുക്കും. എൻ്റെ ഭഗവതി, 10 കോടി ലാഭം കിട്ടിയാൽ 5 കോടി നമ്മൾക്ക്. പ്രകാശൻ വീണ്ടും ആലോചനയായി. അപ്പോൾ കാർത്തിക പറയാണ്, അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അയ്യോ മോളെ, എന്തിനാ മോളെ അത്രയൊക്കെ നമുക്ക്? വല്ല 5-10 തന്നാൽ പോരെ, എന്തിനാ ഇത്ര 50%? ദേ, അതൊക്കെ ഞാൻ തീരുമാനിച്ചു. എനിക്കാണെങ്കിൽ ഇട്ട് മൂടാൻ തക്കത്ത പൊന്നും പണവും ഒക്കെ ഉണ്ട്. പിന്നെ അച്ഛന് തരുന്നത് വെറുതെ ഒന്നല്ല, സ്ത്രീധനമായിട്ടാ. അയ്യോ, സ്ത്രീധനമായിട്ടോ? ആ, അയ്യോ സോറി, പുരുഷധനമായിട്ട്. എന്ന് വെച്ചാൽ അച്ഛനെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാൻ പോവുക. അത് മാത്രമല്ല, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മോളുണ്ട്. അവളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അവളും വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണ്. പക്ഷേ ഭർത്താവ് മരിച്ചുപോയി, കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് അവളെ നമുക്ക് വിക്രത്തിന് വേണ്ടി ആലോചിക്കാം. എന്തായാലും വിക്രത്തോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കേ. ഇപ്പം തന്നെ സംസാരിക്കാം മോളെ, ഇപ്പം തന്നെ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. വീണ്ടും തിരിഞ്ഞു വന്ന് അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്താ വെച്ചാ? അല്ല, നാള് എൻ്റെ നാള് കാർത്തിക. അല്ല, മോളുടെ അല്ല. ഓ, വിക്രത്തിന് വേണ്ടി ആലോചിക്കുന്ന പെൺകുട്ടിയുടെയാ? വിക്രത്തിൻ്റെ അല്ല. അപ്പോൾ അയാളൊന്ന് പരിങ്ങി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് മനസ്സിലായി. എന്നിട്ട് ഓ, അച്ഛൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ നാള്. അയ്യോ, പെൺകുട്ടിയോ? പിന്നെ ഒരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് പെൺകുട്ടിയല്ലാതെ പിന്നെ ആൺകുട്ടിയാണോ? എൻ്റെ അമ്മയുടെ നാളല്ലേ ചോദിച്ചത്. ആ, അത് നേരത്തെ അങ്ങ് ചോദിച്ചൂടെ? അല്ല, അത് ഉത്രട്ടാതി. അച്ഛൻ്റെ നാളോ? ആണിൻ്റെ നാളാ, വിശാഖം. ഏത് രാശിയാ? തുലാൻ രാശിയാണെന്നാണ് ജ്യോത്സ്യം പറഞ്ഞത്. അമ്മ മീനൻ രാശി. കഷ്ടം. ഈ രാശിക്കൂറ ഒരിക്കലും ചേരില്ല. അതാണ് ഇയാളും അമ്മയുമായിട്ട് പിരിഞ്ഞത്. എന്താ മോളെ ആലോചിക്കുന്നത്? വിശാഖവും ഉത്രട്ടാതിയും തമ്മിൽ നല്ല ചേർച്ചയാ. അതെ, 10-ൽ 10 പൊരുത്താ. അല്ലെങ്കിൽ തന്നെ ഈ നാളിലൊക്കെ എന്താണെച്ചാ കാര്യം, മനപ്പൊരുത്താണ് വേണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്നതിന് മുന്നേ തന്നെ നല്ല പൊരുത്തായില്ലേ? എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മോളെ. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്തിനാ നാളൊക്കെ ചോദിച്ചേ? ഇത് ഒരു കാര്യമുണ്ട് മോളെ. ഏതെങ്കിലും ജ്യോത്സ്യരെ കാണാൻ പോകുന്നതാണെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നാളുകൂടി ഡേറ്റ് കൂടി ഒന്ന് ചോദിക്കണേ. ഓ, പിന്നെന്താ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി കുറിപ്പിക്കാം. ആ, ശരി മോളെ. എന്തിനാ എന്നെ ഇങ്ങനെ തൊഴുന്നേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ മോളെ. തൊഴുതാലും കാല് പിടിച്ചാലും ഒന്നും അധികമാവില്ല മോളെ. ജീവിതത്തിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അത്രയും കഷ്ടപ്പാടിലൂടെയായിരുന്നു ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മോനെ ജയിലിൽ നിറക്കി. എൻ്റെ അമ്മയ്ക്കും എനിക്കും എൻ്റെ മോനും താമസിക്കാനൊരു വീട് നൽകി. ഇതിനൊക്കെ എത്ര തൊഴുതാലും കാല് പിടിച്ചാലും അധികം ആവില്ല മോളെ. ഏറ്റവും നന്ദിയുള്ള മൃഗമാണ് നായ്ക്കൾ. ഇനി നായ്ക്കളെ പോലെയായിരിക്കും ഞാനും എൻ്റെ മോനും. പ്രകാശൻ അതും പറഞ്ഞ് അവിടെ നിന്ന് ഒരു ദീർഘശ്വാസം എല്ലാം വിട്ടിട്ട് പറയാണ്, ശരി മോളെ. അയാൾ പോയി കഴിഞ്ഞപ്പോൾ കാർത്തിക ചിന്തിക്കുകയാണ്, അതെ, നായ തന്നെയാണ് അച്ഛനും മോനും. പക്ഷേ നന്ദിയുള്ള സ്നേഹമുള്ള നായയല്ല, പേ പിടിച്ച നായ. പിന്നെ പ്രകാശൻ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ട പൂജാരി ചോദിക്കുകയാണ് പ്രകാശനോട്, അമ്പലത്തിലേക്കൊക്കെ വരാൻ തുടങ്ങിയോ? അങ്ങനെ നിന്ന് നമ്മൾ മാറിയാൽ ശരിയാകത്തില്ലല്ലോ. ഇത്തിരി പൈസയൊക്കെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഒക്കെ മാറ്റം വരും. ഉണ്ടാവണമല്ലോ. അതെന്താ, തനിക്ക് ലോട്ടറി അടിച്ചോ? പ്രകാശൻ ചിരിക്കുക. എന്നിട്ട് പറയാണ്, ലോട്ടറി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. അതുപോട്ടെ, ഇവിടെ എത്ര രൂപയുണ്ട് ശമ്പളം തനിക്ക്? തരക്കേടില്ലാതെ കിട്ടുന്നുണ്ട്. പരികർമ്മി, ഈ തരക്കേടില്ലാതെ ശമ്പളം കൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു പുതിയ അമ്പലം തുടങ്ങാൻ പോകുന്നുണ്ട്. അവിടുത്തെ മെയിൻ പൂജാരിയായിട്ട് തന്നെ ഞാൻ വെക്കാം. ഇവിടുത്തെ ജോലി കളഞ്ഞിട്ട് വാ, നല്ല ശമ്പളവും തരാം. അയാൾ പറയാണ് പ്രകാശൻ പോയി കഴിഞ്ഞപ്പോൾ, അഹങ്കാരം കണ്ടില്ലേ, അമ്പലം തുടങ്ങാൻ പോവുകയാണ് പോലും. എന്നെക്കാൾ മുന്നേ നിന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ വേർപെടുത്തിയിട്ടുണ്ട്. പിന്നെയും പ്രകാശൻ പോയി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ മോൻ പുതിയ തുടങ്ങുന്ന കമ്പനിയുടെ MD ആയിരിക്കണേ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു രാജാവിനെ പോലെ അവൻ വാഴണേ. അപ്പോൾ പൂജാരി വീണ്ടും പറയാണ്, അല്ല, അമ്പലത്തിലേക്കൊക്കെ വരാൻ തുടങ്ങിയോ? ഇനി മിക്ക ദിവസവും എന്നെ ഇവിടെ പ്രതീക്ഷിക്കാം.
അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. പൂജാരിമാർ രണ്ടുപേരും കാർത്തിക പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അർഹിക്കുന്നത് അയാൾക്ക് കിട്ടണം. അപ്പോൾ പൂജാരി പറയാണ്, മോള് പറയുന്നത് 100% സത്യം. പെൺമക്കൾക്ക് സാധാരണ അച്ഛന്മാരുടെ കൂടുതൽ ഇഷ്ടം. ഇവിടെ പെണ്ണെന്ന് കേട്ടാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരുത്തൻ. പഴയ ചില കഥകളൊക്കെ മനസ്സിൽ നിന്ന് ആലോചിച്ചാൽ അയാളെ തല്ലിക്കൊല്ലാൻ തോന്നും. അത്രയ്ക്ക് ദുഷ്ടനാ സംസാരിക്കാൻ കഴിയാത്തൊരു പെൺകുട്ടി. ആ കുട്ടിയെ എന്തുമാത്രം അയാൾ കഷ്ടപ്പെടുത്തി. അതിന് ദൈവം കൊടുത്തില്ലയോ അയാൾ അർഹിക്കുന്നതിനും അപ്പുറം. ഏതായാലും നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. പൂജാരിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അവൾ പോകാനൊരുങ്ങാണ്. അപ്പോൾ ഒരു പൂജാരി അതിൽ നിന്ന് ചോദിക്കുകയാണ്, അല്ല, ഇങ്ങനെ മോൾ അയാളെ ശിക്ഷിക്കാൻ മാത്രം എന്താണ് കാരണം? അയാളോട് എനിക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട് തിരുമേനി. നമ്മൾ ഇറച്ചിക്കോഴികൾക്കൊക്കെ അതിന് നല്ല തീറ്റ കൊടുത്തിട്ട് അതിൻ്റെ തൂക്കം കൂട്ടാറില്ലേ? അതുകൊണ്ട് അയാൾക്ക് വേണ്ടതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് നിർത്തിയിരിക്കുക. അയാളുടെ തൂക്കം കൂടട്ടെ, അയാൾ സന്തോഷിക്കട്ടെ. അതുവരെ ഞാനിവിടെ വന്നത് കല്യാണിയോ അവളുടെ അമ്മയോ ആരും അറിയരുത്. ഇല്ല, ഞങ്ങളുടെ നാവിൽ നിന്ന് ഒന്നും പുറത്തു പോവില്ല. അവളുടെ നാട് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. നാട് ചെന്നൈയിലാണ്. ഇപ്പോൾ ഇവിടെ കാർത്തിക ഫുഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. പരസ്യം കണ്ടായിരുന്നു. ഞാനിവിടെ ബിസിനസ് പിടിക്കാനാണ് വന്നതെങ്കിലും എനിക്കിവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങോട്ട് വരാം. അതുപോലെ തന്നെ അയാളെ കൊണ്ട് ഒരുപാട് പൂജകൾ ചെയ്യിക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ സംസാരിക്കാൻ കഴിയാത്ത കല്യാണിയോട് ഒരുപാട് ക്രൂരതകൾ അയാൾ ചെയ്തിട്ടുണ്ടെന്ന്. അത് അയാൾ അവളോട് മാത്രമല്ല മറ്റ് പലരോടും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അയാൾ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കില്ല. എന്നാൽ അയാളെ കൊണ്ട് ചെയ്യിക്കാനാവുന്നതൊക്കെ ചെയ്യിക്കണം. ഇനി അയാൾ ചെയ്ത മഹാപാപത്തിൻ്റെ പരിഹാരമാണ് അയാളുടെ ജീവിതം. അതിന് നിങ്ങളും എനിക്കൊപ്പം നിന്നേ പറ്റൂ. ഞങ്ങൾ പറഞ്ഞില്ലേ അവനൊരു ദുഷ്ടനാ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ 3 പെൺകുട്ടികളെയും ഇങ്ങോട്ടേക്ക് വിടാം. പ്രകാശൻ ഇവിടേക്ക് വരുമ്പോൾ ആ 3 പെൺകുട്ടികളുടെയും കാല് കഴുകിക്കണം. അതാണ് അയാൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ പ്രായശ്ചിത്തം. അതും പറഞ്ഞ് കാർത്തിക അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പ്രകാശൻ അവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ വന്നിട്ട് തീർത്ഥമൊക്കെ വാങ്ങിച്ചിട്ട് അത് ചെയ്യണതൊക്കെ ചെയ്യാണ്. നിർധരരായ 2-3 പെൺകുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. മഞ്ഞളും ചന്ദനവും കലർന്ന വെള്ളത്തിൽ അവരുടെ പാദങ്ങൾ കഴുകി അവരെ പൂജിക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. പൂജാരി പ്രകാശൻ്റെ അടുത്ത് പറയാണ്. പ്രകാശൻ ഒരുമാതിരി ആക്കിക്കളഞ്ഞ്. അപ്പോൾ വീണ്ടും പൂജാരി പറയാണ്, പ്രകാശൻ അങ്ങനെ ചെയ്താൽ നല്ല ഫലം കിട്ടും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും. എന്തോന്ന് പ്രകാശൻ പെൺകുട്ടികളുടെ പാദം കഴുകാനോ? അയാൾ ചിരിച്ചുകൊണ്ട് പറയാണ്, തിരുമേനി, വല്ല ആൺകുട്ടികളുടെയും പാദം കഴുകാനാണെങ്കിൽ ഞാൻ കഴുകാം. എനിക്ക് 2 പെൺമക്കളാണ്. അവരുടെ മുഖത്ത് പോലും ഈ പ്രകാശൻ നേരാവണ്ണം നോക്കിയിട്ടില്ല. പിന്നെയല്ലേ വഴിയിൽ കൂടെ പോകുന്ന പെൺകുട്ടികളുടെ പാദം കഴുകാൻ. അപ്പോൾ അവിടേക്ക് വരികയാണ് കല്യാണിയുടെ അമ്മ. അവർ തൊഴുത് നിൽക്കുകയാണ്. പ്രകാശൻ തിരുമേനിയെ വിളിക്കുകയാണ്. തിരുമേനി, ഞാൻ വന്നത് 2 അർച്ചന കഴിപ്പിക്കാനാ. 2 അർച്ചന വേണം. ഒന്ന് വിക്രമാദിത്യൻ പൂരം നക്ഷത്രം, പിന്നെ ഒന്ന് ലക്ഷ്മി ഉത്രട്ടാതി. ആരാ ഈ ലക്ഷ്മി? അർച്ചന കഴിപ്പിക്കാൻ വരുന്നവരുടെ പൂർണ്ണ ജാതകം അറിഞ്ഞിട്ടേ കഴിപ്പിക്കത്തുള്ളൂ. ആണോ തിരുമേനി? അതാര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാനതിൻ്റെ പൈസയും ദക്ഷിണയും ഒക്കെ തരാം. ഒന്ന് കഴിപ്പിച്ചിട്ട് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോഴാണ് കല്യാണിയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പ്രകാശൻ പറയാണ്, എവിടെ ചെന്നാലും മുമ്പിൽ വന്ന് പെടുവല്ലോ. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. പെൺകുട്ടികളുടെ കാല് കഴുകണമെന്ന് പറഞ്ഞില്ലേ? ഇനി ഇവളാണോ ആ പെൺകുട്ടി? പെൺകുട്ടികളാടോ, അവരിപ്പോൾ വരും. എന്നാലേ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. എനിക്ക് ചില പെണ്ണുങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല. അതായത് കല്യാണിയുടെ അമ്മയെ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, പെണ്ണുങ്ങളില്ലാതെയാണോ പ്രകാശൻ ജനിച്ചത്? അയ്യോ, എൻ്റെ അമ്മയാണ് എന്നെ ജനിപ്പിച്ചത്. ആ അമ്മയോടാണ് എനിക്ക് സ്നേഹവും ബഹുമാനവും കടപ്പാടും. അല്ലാതെ ഒരു സ്ത്രീയോടും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. മനസ്സിലായാ? ഇപ്പം പിന്നെ ചിലരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. അത് അവർ സ്നേഹിക്കപ്പെടാൻ യോഗ്യരായതുകൊണ്ട് മാത്രം. അപ്പോഴാണ് അവർ പറയുന്നത്, ഏതോ പാവപ്പെട്ട പെൺകുട്ടികളെ ഇനിയും ചതിക്കാൻ വേണ്ടി നടക്കുകയായിരിക്കും നിങ്ങളുടെ മോൻ. നീ എന്താടിയാ അങ്ങനെ പറഞ്ഞേ? അതല്ല, ലക്ഷ്മി എന്ന് പറഞ്ഞത് വിക്രം കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ?
ഒന്ന് ചിന്തിച്ചിട്ട് പ്രകാശൻ പറയാണ്, അതാരാണെന്നൊന്നും നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അപ്പോൾ പൂജാരി പറയാണ്, അത് താൻ പറഞ്ഞില്ലെങ്കിലും ദേവിക്കറിയാലോ. അപ്പോൾ പ്രകാശൻ, അതെ അതെ, ദേവിക്കറിയാം, ലക്ഷ്മി ദേവിക്കറിയാം. ലക്ഷ്മി എന്നതും ദേവിയുടെ പേരാണല്ലോ. ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക തോന്നൽ, ദേവിക്ക് ഈ സന്നിധിയിൽ വന്ന് ദേവിയെ ഒന്ന് പൂജിക്കണമെന്ന്. എല്ലാവരും സ്വന്തം പേരിലാണല്ലോ അർച്ചന ചെയ്യുന്നത്, ചില സ്വാർത്ഥ താല്പര്യമുള്ള ആൾക്കാർ. പക്ഷേ ഞാൻ വിചാരിച്ചു ദേവിയുടെ പേരിൽ തിരിച്ച് അങ്ങോട്ടൊരു അർച്ചന നടത്താമെന്ന്. ഇന്ന് ലക്ഷ്മി ദേവിക്കാണെങ്കിൽ നാളെ സരസ്വതി ദേവിക്ക്, മറ്റന്നാൾ പാർവതീ ദേവിക്ക്, അത് കഴിഞ്ഞാൽ ദുർഗാദേവിക്ക്, പിന്നെ ചാമുണ്ടേശ്വരി ദേവിക്ക്, അങ്ങനെയുള്ള എല്ലാ ദേവിമാർക്കും അർച്ചന ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ദൈവത്തേക്കാൾ മുകൾ പോകേണ്ട പ്രകാശ. ഓ, ഒന്ന് അർച്ചന ചെയ്തു തരാൻ പറ്റുമോ? സമയമില്ല, ഐ ആം ടു മച്ച് ബിസി. അവരുടെ അടുത്ത് പറയാണ്, കല്യാണിയുടെ അമ്മയുടെ അടുത്ത്, ഇപ്പോൾ ഇംഗ്ലീഷ് പഠനമാണ് ചിലപ്പോഴൊക്കെ. ചിലപ്പോൾ ചെന്നൈയിലേക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ അമേരിക്കയിലേക്ക് പോകേണ്ടി വരും, ലണ്ടൻ മുതലായ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇനി ഈ ബിസിനസ്സുകൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അതിലൊന്നും ചിലർക്ക് കണ്ണും പിടിക്കില്ല, അസൂയയാകും എന്നും എനിക്ക് മനസ്സിലായി. പിന്നെ പ്രകാശം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഈശ്വരീ ദേവി ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട്. ബിസിനസ്സുകൾ വെച്ചടി മുന്നോട്ട് പോകണേ, ഞാനും എൻ്റെ മോൻ രക്ഷപ്പെട്ടു പോകണേ, അതനുസരിച്ച് ചിലരും കൂടി മുടിഞ്ഞു പോകണേ, നിലം പതിക്കണേ, എൻ്റെ പൊന്നു ഭഗവതി അമ്മേ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അവിടെ വന്നിട്ട്. അങ്ങനെ പ്രകാശൻ അർച്ചന കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വെക്കുകയാണ്. അപ്പോഴാണ് ഫോൺ വന്നത്. കാർത്തികയാണ് വിളിച്ചത്. എന്താ മോളെ? മോള് നല്ല സമയത്താണ് വിളിച്ചത്. ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. അച്ഛൻ അമ്പലത്തിലാണെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വിളിച്ചതും. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും പൂജയോ വഴിപാടോ എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ പറഞ്ഞോ, അച്ഛൻ ചെയ്തോളാം. അത് പിന്നെ ഇന്നത്തെ ദിവസം ഒരു വിശേഷ ദിവസമാണ്. അത് പിന്നെ ഇന്നത്തെ ദിവസം ദേവീ നടയിൽ നിന്ന് പെൺകുട്ടികളെ കാല് കഴുകുന്നത് വിശേഷമാണെന്നാണ് പറയുന്നത്. അത് കേട്ട പ്രകാശനൊന്ന് ഞെട്ടി. മോളെ, ഞാൻ അമ്പലത്തിലേക്ക് പോയപ്പോൾ ആ പൂജാരിയും ഇത് പറയുന്നത് കേട്ടു. ഞാനിങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല മോളെ. ഞങ്ങളെ നാട്ടിൽ ഇത് ഈ ദിവസം സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞൊരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ പൂജാരിയും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് ഒരു 10, 100, 150 അങ്ങനെ പെൺകുട്ടികളുടെ കാല് ആണുങ്ങൾ കഴുകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യം കുമിഞ്ഞുകൂടും എന്നാണ് പറയാറ്. മോള് പറ, ഞാനിപ്പോൾ എന്താ വേണ്ടേ? ഇവിടെ അമ്പലത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാലൊന്ന് കഴുകിയേക്ക്. അത് കേട്ട് പ്രകാശനൊന്ന് ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ പ്രകാശൻ എന്തൊക്കെയാണോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചത്, ആ ചെയ്യേണ്ടെന്ന് വിചാരിച്ച കാര്യം തന്നെ ചെയ്യാനാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ കാർത്തിക മോൾ പറഞ്ഞ സ്ഥിതിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.